1950കളുടെ അവസാനം കേരളത്തിൽ നടന്ന വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് പള്ളിച്ചട്ടമ്പി എന്ന പുതിയ ടൊവിനോ ചിത്രം പറയുന്നത്. കാണയാർ എന്ന പേരുള്ള ഒരു മലയോര പ്രദേശം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും പള്ളിക്കാരും തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് പള്ളിക്കാർ വേറൊരു സ്ഥലത്ത് നിന്നും ഒരു ചട്ടമ്പി അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇദ്ദേഹം ഇവിടെ എത്തുന്നതും പിന്നീട് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു വൺലൈൻ എന്ന് പറഞ്ഞാൽ. സിനിമയുടെ റിവ്യൂ പാർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻറ്റ്സ് ടൊവിനോയുടെ പെർഫോമൻസാണ്. കിടിലൻ പെർഫോമൻസാണ്, ഗംഭീരം സിനിമാറ്റോഗ്രഫിയാണ്, ഒരു വിഷ്വൽ ഗ്രാൻഡ് ഒരു സ്കെയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല പാട്ടുകളാണ്. ഇത് നാലുമാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൊവിനോടൊപ്പം വന്നിരിക്കുന്ന പൃഥ്വിരാജ് ആയാലും കായഡു ലോഹ്റ ആയാലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എക്സെപ്ഷണൽ എന്ന് പറയാനൊന്നും ഇല്ലെങ്കിൽ കൂടി. പക്ഷേ ഇതിൽ വർക്കൗട്ട് ആവാതെ പോയത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പാർട്ടാണ്. കുറച്ചും കൂടെ ടൈറ്റായിട്ട് എഴുതാമായിരുന്നു. ഒരു വലിയ സിനിമയാകണമെന്നുള്ള രീതിയിൽ ഒരുപാട് എഴുതിയിരിക്കുന്നത് പോലെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സെക്കൻഡ് ആക്റ്റും തേർഡ് ആക്റ്റും വരുമ്പോൾ ഈ മാസ് എലമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ മാസ് എലമെൻ്റ് ഒന്നും ഇൻവോക്ക് ആവുന്നില്ല. അതാണ് ഇതിന് വന്നൊരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മോശം സിനിമയൊന്നുമല്ല, നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങൾ ചിത്രം തിയേറ്ററിൽ കണ്ടു നോക്കുക. ഒരു പൊടിക്ക് പ്രൊപ്പഗണ്ടയൊക്കെ ഉണ്ട്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വൈറ്റ് ബോർഡ് സർവീസിൻ്റെ 1 മിനിറ്റ് റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റു ചിത്രം പറയും. ബൈ.